കല്ലായി ഡിവിഷനിൽ കോൺഗ്രസ് രംഗത്തിറക്കുന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന സിനിമാ സംവിധായകൻ കോഴിക്കോടിന്റെ കഥ പറഞ്ഞ VM വിനുവാണ്. പാറോപ്പ് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്നത് KPCCയുടെ ജനറൽ സെക്രട്ടറി മുൻ കൗൺസിലർ കൂടിയായിരുന്ന അഡ്വക്കേറ്റ് PA നിയാസ്. കോപിതരാം. എരഞ്ഞിക്കൽ ഡിവിഷനിൽ മത്സരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ വൈശാൽ കല്ലാട്ട്. എലത്തൂർ ഡിവിഷനിൽ നിന്നും ലത കളങ്കോടി. മൊകവൂരിൽ നിന്നും K സായിഷ്. സിവിൽ സ്റ്റേഷനിൽ നിന്നും മത്സരിക്കുന്നത് പരിസ്ഥിതി പ്രവർത്തകയായ ജിജ ബൈ PM. വെള്ളിമാടുകിൽ നിന്ന് സ്വപ്ന മനോജ് മഹിളാ കോൺഗ്രസ് സെക്രട്ടറിയാണ്. ചേവായൂരിൽ നിന്നും ആ വാർഡിൻ്റെ പ്രസിഡന്റും മുൻ മണ്ഡലം പ്രസിഡന്റുമായ പുതുശ്ശേരി വിഷ്യൻ. പറയഞ്ചേരി BBA ഡിഗ്രിക്കാരിയായ അജന ജനാർദ്ദനൻ ഞങ്ങളുടെ മുൻ നേതാവ് PT ജനാർദ്ദൻ്റെ മകളാണ്. പുതിയ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്നത് മുൻ കൗൺസിലർ കൂടിയായ ഷേർലി ജോൺ പ്രമോദ്. മാങ്കാവിൽ നിന്ന് മത്സരിക്കുന്നത് മുൻ കൗൺസിലർ കൂടിയായ ശ്രീ മനക്കൽ ശശി. പാളയം ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന MA B.Ed ബിരുദധാരിയായ അധ്യാപികയായ അൻവാറ തെക്കോത്ത്. മാവൂർ റോഡിൽ മത്സരിക്കുന്നത് MBA ബിരുദധാരിയായ ആശ ജയപ്രകാശ്. എരഞ്ഞിപ്പാലം ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്നത് മുൻ കൗൺസിലർ കൂടിയായ CP സലീം. എടക്കാട് നിന്ന് മത്സരിക്കുന്നത് BCom ബിരുദധാരിയും 25 വയസ്സ് പ്രായമായ അഞ്ജന NV ആണ്. പത്ര വിതരണത്തിൻ്റെ ഏജന്റും പാൽ വിതരണം നടത്തി ഉപജീവനം നടത്തുന്ന ഒരു ചെറുപ്പക്കാരിയാണ് അഞ്ജന NV. അതിരാവിലെ ഉണർന്ന് പത്രമിടുന്നു, വീടുകളിൽ പാലെത്തിക്കുന്നു. അങ്ങനെ ജോലി ചെയ്യുന്ന ആ പ്രദേശത്ത് ജോലി ചെയ്യുന്ന അഞ്ജന NV ആണ് എടക്കാടിലെ സ്ഥാനാർത്ഥി. ഇനി ബാക്കി വരുന്ന 12 ഡിവിഷനിലെ സ്ഥാനാർത്ഥികളെ ഞങ്ങളെ കോർ കമ്മിറ്റി നാളെയുണ്ട്. അത് കഴിഞ്ഞ് മറ്റന്നാൾ പ്രഖ്യാപിക്കും. 2 ദിവസം കഴിയും. ഈ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ കൂടി കോഴിക്കോട് നഗരത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന 37 പേരെയാണ് ഇപ്പോൾ ഞങ്ങൾ അണിനിരത്തിയിരിക്കുന്നത്. ഈ പാനൽ VM വിനുവിൻ്റെ സാന്നിധ്യം ഏറെ ശ്രദ്ധേയവും കോഴിക്കോട്ടെ രാഷ്ട്രീയത്തിനപ്പുറമുള്ള പൊതുസമൂഹത്തിൻ്റെ മനസ്സിൻ്റെ അംഗീകാരം കൂടി ലഭിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല. രാഷ്ട്രീയത്തിൽ സജീവമായ ഞങ്ങളുടെ KPC ജനറൽ സെക്രട്ടറിയായ നിയാസ് വക്കീൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ പാനലിൽ വരുമ്പോൾ പാർട്ടി ഈ മത്സരത്തിലെടുത്ത ഗൗരവവും ഞങ്ങൾ എടുത്തു പറയുന്നു. ബാക്കി MP പറയും. എല്ലാവരും ചോദിച്ചോണ്ട് അതായത് കോഴിക്കോട് നഗരത്തിലെ നഗരവാസികൾ ആഗ്രഹിക്കുന്നുണ്ട് 4.5 പതിറ്റാണ്ടുകാലമായി ഈ നഗരം ഭരിക്കുന്നവരുടെ കൈകളിൽ നിന്നുള്ള മോചനം. അതിന് UDF മാത്രമല്ല, അങ്ങനെ ചിന്തിക്കുന്ന UDF-ആരില്ലാത്ത ജനങ്ങളുടെ പ്രതിനിധി കൂടിയായിട്ടാണ് ഞങ്ങളുടെ പാനലിന് മുമ്പിൽ VM വിനുപ്പെടുന്നത്. അത് VM വിനുവിനൊന്നും ഞങ്ങളൊരു കൗൺസിലറാക്കാൻ വേണ്ടി മത്സരിക്കില്ലല്ലോ. അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന UDF തീർത്ഥമാണ്. ഏറ്റവും കൂടുതൽ നടത്തിയത് ശോഭിതയുടെ നേതൃത്വത്തിലാണ്. പക്ഷെ രണ്ടാമത്തെ പട്ടിക വന്ന സമയത്തും KC ശോഭിത ബാബുഖാന്റെ മുകളില്ല. അടുത്ത ലിസ്റ്റിൽ വരുന്ന പ്രതിപക്ഷത്തെ നയിച്ച ആള് ആദ്യ പട്ടികയിൽ വരേണ്ടതല്ലേ, വന്നില്ല. രണ്ടാം പട്ടികയിലും ഇല്ല എന്ന് വരുമ്പോ അത് LDF-ന് ആക്കം കൂടുതലേ ചെയ്യുന്നത്. അതിന് ഒരു കാര്യം ചെയ്യട്ടെ, പ്രതിപക്ഷത്തെ നയിച്ചു എന്നൊക്കെ പറഞ്ഞത് നിയമസഭയിലും പാർലമെന്റിലുമാണ്. ഇവിടെ ഇങ്ങനെ മാറി മാറി റൊട്ടേഷനാണ്. അങ്ങനെ മാറി വരും. ഇപ്പൊ ജനറൽ അവിടെ ഇപ്പൊ ജനറലാണ് മേയർ അല്ലേ? അങ്ങനെ വരുതിയായിരുന്നെങ്കിൽ നിങ്ങളുടെ സത്യമാണ്. ഏതായാലും ശോഭിതയൊക്കെ ഞങ്ങളെ പാർട്ടിയുടെ സജീവമായ രംഗത്തെടുത്ത് മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ VM വിനുവിന്റെ നിയാസ് വക്കീലിന്റെ പട്ടികയിൽ ആദ്യം വരണ്ടായിരുന്നു, രണ്ടാമതിൽ ഇറങ്ങിയത്. സോ കാത്തിരിക്കൂ. നിങ്ങൾ പറഞ്ഞല്ലോ വാർഡുകളിൽ നിന്ന് അഭിപ്രായം വാങ്ങി ജില്ലയിലെ നേതൃനിര നടന്ന കോർ കമ്മിറ്റിയുടെ തീരുമാനം.
ആ തീരുമാനത്തിന് എതിർത്ത് അഭിപ്രായപ്പെടുത്താൻ ആർക്കും അധികാരമുണ്ട്. പക്ഷെ അവർക്ക് പാർട്ടിയിൽ സ്ഥാനമുണ്ടാവില്ലെന്ന് മാത്രം. കോൺഗ്രസിന്റെ ഒന്നും ചരിത്രത്തിൽ നോമിനേഷൻ ഡേറ്റ് ആരംഭിക്കുമ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പൊ ഇത്തവണ പിടിക്കാൻ ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം കൂടിയും പറയാം, കഴിഞ്ഞ 10 വർഷം ഞാൻ പറഞ്ഞാണ്, ഇവിടെ DCC ഓഫീസിൽ അടി നടന്നു എന്ന് പറഞ്ഞ വാർത്ത ഒരു ചാനൽ കൊടുത്തു. പിന്നെ ആ വാർത്ത റിപ്പീറ്റ് ചെയ്തു 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന CCTV ഉണ്ട്. ആർക്ക് വേണ്ടി അത് പരിശോധിക്കാം. അല്ല, അത് ഞാൻ പറഞ്ഞിട്ട് അല്ല, അത് ഞാൻ പറഞ്ഞു. അതൊക്കെ അതൊന്നും ഇതിൽ പുതിയ സംഭവമാണോ ദേവിജി? കോൺഗ്രസിനകത്ത്